നമ്മൾ ജയിച്ചു ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ ദൈവം നമ്മുടെ കൂടെയാണെന്ന്. ഇപ്പോഴാ മനസ്സിന് ശരിക്കും സമാധാനം കിട്ടിയത്. ചേച്ചിയുടെ ആത്മാവിന് സന്തോഷമായി കാണും. ഗോപാല, ഇടവപ്പാതി വരാറായി. എവിടെയെങ്കിലും പൊട്ടിയാ പോരാ. ആമച്ചുഴി അവിടെ പൊട്ടണം. പറ്റൂ? പൊട്ടും. ഇന്നേക്ക് 7-ാം ദിവസം പൊട്ടിയിരിക്കും. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര മഴ പെയ്താലും ഈ ബണ്ട് നിറയില്ല. അതിനും മാത്രം വെള്ളം ഒരുമിച്ചൊഴുകി വന്നാലേ ഈ ബണ്ട് തകരൂ. അതിനിപ്പോ എന്ത് ചെയ്യും? ഇടവപ്പാതി കനക്കുന്ന സമയത്ത് ലൂയിസിന്റെ തടയണ തുറന്നു വിടാറുണ്ട്. ആ വെള്ളം കൂടി ഇങ്ങ് വന്നാൽ ഈ ബണ്ട് തകരും. പക്ഷേ അത് നേരെ നെല്ലാറിലോട്ടല്ലേ പോകുന്നേ? ഏയ് ഇല്ല. പാടത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇല്ലാത്ത കൃഷിയുടെ പേര് പറഞ്ഞ് അവൻ തടയണ കെട്ടിയത്. ആ ചാലിനൊരു വളവുണ്ട്. അത് നമ്മൾ അടച്ചാൽ ആ വെള്ളം നേരെ കുന്നം തോടിലെത്തും. എങ്കിൽ ഒരു ആൾബലത്തിന് അനന്തൂനെ കൂടെ വിളിക്കാം. അവൻ നിന്റെ കൂടെ നിന്ന് കാലുവായിരുന്നവനാടാ. നിന്റെ ചേച്ചിക്കും അളിയനും വേണ്ടിയാ അവൻ നമ്മളെ കൂടെ കൂടിയത്. പിന്നെ നിന്റെ ചേച്ചി വീടും സ്ഥലമൊക്കെ വിറ്റടാ. വീട്ടുകാരെ അടയ്ക്കാൻ പോയപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇടനിലക്കാരാരാന്നറിയോ? നിന്റെ അനന്തും ആ മെമ്പറും. ഇപ്പൊ പിണക്കണ്ട, അവന്റെ ആവശ്യം വരും. ഞാൻ പറയാം. എന്തോ കൊണ്ടതാ. കുഴപ്പമില്ലുണ്ടോ? കുഴപ്പമില്ല. നോക്കി വാ. വേണ്ട. ആശാനെ നിങ്ങളായിരുന്നു? ഞാൻ മുനി സുനി. എന്താടാ സുനി? ആളെയൊക്കെ ഉണ്ടാ? ഒന്ന് പേടിക്കാതെ വാളിയാ. പേടിയല്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നവരെ സൂക്ഷിക്കണ്ടേ? നോക്കി വാ. പിന്നെ ലൂയിസിന്റെ പറമ്പിൽ കയറി ചാലടയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം. അവന്റെ ആൾക്കാർ കാണരുത്. അതുപോലെ ബണ്ടിനടുത്ത് പോകുന്നതും ആരും അറിയരുത്. അളയും പേടിക്കണ്ട. അത് പൊട്ടുന്ന സമയം നമ്മൾ ഈ നാട്ടിൽ ഉണ്ടാവാതിരുന്ന പോലെ. എന്താളിയാ? വാ ഇരിക്കും. നാളെ കല്യാണ വീട്ടിലുള്ള ചടങ്ങ് കഴിഞ്ഞാലുള്ള കളിയിൽ അവനും ഉണ്ടാവണം. ഇവന്റെ അനന്തു. കൂടെ നിന്ന് പണിയുന്നവന് കൂടെ നിർത്തി തന്നെ പണിയെടുക്കണം. പക്ഷേ ഒരു പക്ഷേ ഇല്ലളിയാ. ദൈവം കൂടെ നിൽക്കും. ലക്ഷ്യമാണ് പ്രധാനം. കല്യാണ വീട്ടിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അടിപിടിയിൽ നാട്ടുകാരറിയണം നമ്മൾ നല്ല രസത്തിലല്ലെന്ന്. നമ്മൾ ശത്രുതയിലാണെന്ന് ലൂയിസും അറിയണം. അതിനുശേഷമുള്ള നിങ്ങളുടെ പ്ലാനിങ്ങിൽ അനന്തുവും ഉണ്ടാവണം. അനന്തുവിനെ കൊണ്ട് തന്നെ ലൂയിസിന്റെ ഷാപ്പിൽ നിന്ന് സാധനം വാങ്ങിപ്പിക്കണം. എന്നിട്ട് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ചേർക്കാനുള്ളത് ചേർക്കണം. എനിക്കൊരു കുഴപ്പമില്ല മക്കളെ. ചത്താലങ്ങ് പോട്ടടാ. ഈ ജീവൻ അതും നിങ്ങൾക്കുള്ളതാ. അളിയനെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടില്ല. അത് ഞാൻ എന്റെ പെങ്ങൾക്ക് കൊടുത്ത വാക്കാ. അങ്ങനെ ഒരു മഴക്കാലം കഴിഞ്ഞപ്പോ കുന്നാന്തോടിന്റെ ഭാവി തന്നെ മാറി. സർക്കാർ ഇടപെട്ട് ആയുർവേദ റിസോർട്ടിന്റെ പണി നിർത്തിച്ചു. അതിന് കൂട്ടുനിന്ന MLAക്കും പഞ്ചായത്തിലെ മറ്റംഗങ്ങൾക്കുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. കൂട്ടത്തിൽ നമ്മുടെ മെമ്പറെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നെ കൂടുതൽ കഷ്ടത്തിലായത് നമ്മുടെ ലൂയിസ് മുതലാളിയാണ്. ബണ്ട് പൊട്ടിക്കാൻ കാരണം ലൂയിസ് ആണെന്ന് അറിഞ്ഞ നാട്ടുകാർ അയാൾക്കെതിരെ തിരിഞ്ഞു. മാധവനെയും കുടുംബത്തെയും നാടുകടത്താൻ എന്തിനും തുനിഞ്ഞ ലൂയിസ് അവസാനം ഉള്ളതെല്ലാം വിറ്റുപറക്കി തന്റെ ഭാര്യ വീട്ടിലോട്ട് താമസം മാറേണ്ടി വന്നു.
കൂട്ടുകാരനെയും കുടുംബത്തെയും ചതിച്ചു കിട്ടിയ കാശാണെങ്കിലും അതിലൊന്നും യാതൊരുവിധ വിഷമവും തോന്നാത്ത അനന്തു തന്റെ സ്വപ്നങ്ങൾ തേടി യാത്രയായി. സത്യത്തിൽ ലോട്ടറി അടിച്ചത് നമ്മുടെ പ്രത്യുഷ് മാധവന്. മഴക്കാലം മാറിയപ്പോ അവന് നല്ല കാലം പറഞ്ഞു. സ്ഥലം വിറ്റ് കിട്ടിയ കാശിന് ബിസിനസ് മെച്ചപ്പെടുത്തിയ പ്രത്യുഷ് ഇപ്പൊ മാളുവിന്റെ കൂടെ സന്തോഷത്തോടെ കഴിയുന്നു. പിന്നെ നമ്മുടെ മാധവൻ ചേട്ടന്റെയും ഗോപാലൻ ചേട്ടന്റെയും കാര്യം അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തൂക്കി മറ്റേ